ഒരു 5-10 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ചക്കപ്പഴമാണ്. ഞാനിപ്പോൾ 2 കപ്പ് ചക്കപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ല ഫൈനായിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ ചക്കപ്പഴവും നെയ്യും നന്നായിട്ടൊന്ന് യോജിച്ച് ഒന്ന് മിക്സായി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒരല്പസമയം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ചക്കപ്പഴവും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് നമ്മൾ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ ഒരു റെസിപ്പി നമ്മൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു മാവിൻ്റെ പരുവത്തിനൊക്കെ വേണം നമുക്കിതിവിടെ കിട്ടാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും കുറേശ്ശെയായിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഈ ഒരു സ്നാക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിതിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തട്ടിന് മുകളിൽ ഞാൻ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ചക്കപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.